നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് സോറിയാസിസിനെ കുറിച്ചാണ്. ഈ വിഷയം ചർച്ചനായി നമ്മോടൊപ്പം ഉള്ളത് സീനിയർ ഫിസിഷ്യനായ ഡോക്ടർ ഷെഫി താഷ്കൻ്റാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, നമുക്കറിയാം ഈ ആയുർവേദത്തിനെ കുറിച്ച് സോറിയാസിസ് പല സിസ്റ്റത്തിൽ ട്രീറ്റ് ചെയ്തിട്ട് ബുദ്ധിമുട്ടി ആയുർവേദത്തിൽ വന്ന് സുഖം പ്രാപിച്ചവർ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. സോറിയാസിസ് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖമാണ്. ആദ്യം തന്നെ പറയാം, നമുക്കറിയാം പല ആൾക്കാരും സോറിയാസിസ് ഉണ്ട്, പലർക്കും നമുക്കറിയില്ല അവർക്ക് സോറിയാസിസ് ഉള്ള ആൾക്കാരാണെന്ന് നമുക്ക് അറിയാൻ പോലും സാധിക്കില്ല. സോറിയാസിസ് മനുഷ്യനെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖമാണോ യഥാർത്ഥത്തിൽ? അതെ, സോറിയാസ് മറ്റ് ത്വക്ക് രോഗങ്ങളെ അപേക്ഷിച്ച് സോറിയാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സോറിയാസ് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും നമുക്ക് സുഖപ്പെടുത്താൻ കഴിയില്ല. സോറിയാസ് നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റ് ത്വക്ക് രോഗങ്ങളിൽ നിന്ന് എപ്പോഴും നമുക്കൊരു ഭീഷണിയുള്ള ഒരു രോഗമാണ് സോറിയാസ്. തീർച്ചയായിട്ടും. നമുക്ക് സോറിയാസിസ് ആർക്കൊക്കെ കാണാം? സാധാരണ നമുക്കറിയാം പലതരം വിദേശ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവരുടെ റൂംമേറ്റ് സോറിയാസിസ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ കൂടെ താമസിക്കാൻ പോലും പലർക്കും പേടിയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്കും വരുമോ, ചിലപ്പം അപ്പോഴായിരിക്കും അറിയാം നമ്മുടെ ഏതെങ്കിലും റിലേറ്റീവ്സിന് ഇങ്ങനെ സോറിയാസ് വന്നു, ഇനിയിപ്പോൾ ഞങ്ങൾ ആരെങ്കിലും നാട്ടിൽ കൊണ്ടുപോയി കൊടുത്തതാണോ എന്നൊക്കെ രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സ്ഥലത്തിൽ. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ഒരു റൂമിൽ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ഒരു റൂമിൽ താമസിക്കുന്ന ആൾക്കാർ, അവർക്ക് പകരുമോ, പെൺകുട്ടികളാണെങ്കിലും അത് കണക്കുന്ന പുരുഷന്മാരായിരുന്നാലും. അപ്പോൾ ഇതൊരു പകരുന്ന അസുഖമാണോ? ഇത് എങ്ങനെയാണ് നമുക്കിത് വരിക? ഒരിക്കലും സോറിയാസ് പകരുന്ന രോഗമല്ല. സോറിയാസ് വരുന്നതിന് നമ്മുടെ ജീവിതശൈലി തന്നെയാണ് പ്രധാന കാരണം. അത് ആധുനിക രീതിയിലാണെങ്കിൽ സോറിയാസിനെ ഓട്ടോ ഇമ്മ്യൂൺ രോഗം എന്നുള്ള ഗണത്തിനാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടും, അതുപോലെ തന്നെ ആയുർവേദ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിൻ്റെ ഗർഭത്തിൽ നിന്ന് കിട്ടുന്ന അവിടം തൊട്ടുള്ള ടോക്സിൻസിൽ നിന്ന് തന്നെ സോറിയാസ് ഡെവലപ്പ് ചെയ്യാം. ഒപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ, അതുപോലെ നമ്മുടെ ചില പ്രവർത്തനങ്ങൾ, ശാരീരികമായ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ സോറിയാസിന് കാരണമാകുന്നുണ്ട്. ഒന്നുകൂടെ നമ്മൾ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം മദ്യം, പുകവലി, അതുപോലുള്ള ദുശ്ശീലങ്ങളുള്ളവർ, അതുപോലെ തന്നെ അമിതമായിട്ട് എരിവ്, പുളി, ഉപ്പ്, ഇങ്ങനെയുള്ള ഇതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, അതുപോലെ ഈ പഴകിയ ആഹാരങ്ങൾ, പിന്നെ നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഈ മാംസാഹാരങ്ങൾ. അപ്പോൾ മാംസാഹാരങ്ങൾ പലപ്പോഴും നമ്മൾ ദിവസങ്ങളോളം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുത്ത് പലതവണ ബേക്ക് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ വിദാഹിത്വം, അല്ലെങ്കിൽ നമുക്ക് ഉൾപ്പുഴുക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ അസിഡിറ്റി കൂട്ടുന്ന, അതുപോലെ ചില എള്ളുപോലുള്ള ആഹാരങ്ങൾ, ഇങ്ങനെ പല കാരണങ്ങൾ, ഇതിനെ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഈ സോറിയാസിസ് പോലുള്ള ത്വക്ക് രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഈ കുട്ടിക്കാലത്ത് തന്നെ ഈ സോറിയാസിസ് നമുക്ക് വന്നു പെടാമോ, അതോ പ്രായമായവരിൽ മാത്രമേ ഈ സോറിയാസിസ് ഉണ്ടാകാറുള്ളൂ? രണ്ട് കൂട്ടിലും കാണാറുണ്ട്. എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഒരു 6 മാസമായ ഒരു കൊച്ചുകുട്ടിയെ ശരീരം മുഴുവൻ ഈ പൊട്ടിക്കീറി വിണ്ടുകീറി, ഇത് സോറിയാസിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് തന്നെ ശരീരത്തിലെ തൊലി അമിതമായിട്ട് നശിച്ചു പോകുന്നൊരു പ്രവണതയാണ്. അപ്പോൾ ഒരു 6 മാസമുള്ള കുട്ടിയൊക്കെ ഈ സോറിയാസ് ഒന്ന് അങ്ങനെ ഒരു അസുഖത്തിന് വിധേയമാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈഫ് തന്നെ ഭയങ്കര ത്രെട്ടണിങ് ആണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ഒരു ജീവിതശൈലിയോ മറ്റോ ഒന്നും കൊണ്ടല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അമ്മയുടെ, അല്ലെങ്കിൽ അച്ഛൻ്റെ, അല്ലെങ്കിൽ പിതാവിൻ്റെയും മാതാവിൻ്റെയും ജീനിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ അതിൽ നിന്ന് വരികയും, അല്ലെങ്കിൽ ഗർഭകാലത്ത് മാതാവ് അനുഷ്ഠിച്ചിരുന്ന അബദ്ധ്യാചരണങ്ങൾ, അല്ലെങ്കിൽ തെറ്റായ ആഹാര രീതികൾ, പ്രവൃത്തികൾ, ഇതൊക്കെ തന്നെ കാരണമാകാറുണ്ട്. പിന്നെ കുറച്ചുകൂടി നമ്മളൊരു ആധ്യാത്മിക രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ, സോറിയാസിന് മറ്റൊരു തലം കൂടിയുണ്ട്. കാരണം ഒരു വിശ്വാസ പ്രശ്നം തന്നെയാണത്. കാരണം ചില കൈവിഷം, കൂട്ടുവിഷം, ശാപം, പാപം, ഇങ്ങനെ നമ്മളെപ്പോഴും പറയാറുണ്ട്. നമ്മളെ ആരെങ്കിലും ശപിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കും, അല്ലെങ്കിൽ സർപ്പദോഷം, പിന്നെ ചില ഗ്രഹദോഷം, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ ഇത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു വ്യക്തിയിൽ അതൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇത്തരം ശാപം, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി ദോഷങ്ങളുണ്ടാകുന്ന ചില ദൈവത്തിൻ്റെ ശാപം പോലെയൊക്കെ വന്ന് വീഴുമെന്ന് പറയുന്ന പോലെ അത് സോറിയാസിസ് രൂപത്തിൽ വരുമെന്നാണ് ആയുർവേദത്തിൻ്റെ സങ്കല്പം. തീർച്ചയായിട്ടും സാർ, നോക്കാം. അപ്പം സോറിയാസ് ഒരിക്കൽ പിടിപെട്ട് കഴിഞ്ഞാൽ എപ്പോഴും എല്ലാ സിസ്റ്റത്തിലും പറയുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറില്ല, നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നുള്ളത്. അത് ആയുർവേദത്തിലും അപ്രകാരം തന്നെയാണോ നമുക്ക്? അല്ലെങ്കിൽ ചിലതരം സോറിയാസിസുകൾ നമ്മൾ തുടക്കത്തിലേ തന്നെ ചികിത്സിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഭേദമാക്കി കിട്ടാൻ സാധിക്കും? അല്ല, സോറിയാസിസ് നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഇത് മാറി നിൽക്കുന്നുണ്ട്. വർഷങ്ങളോളം തിരിച്ചു വരാത്ത കേസായിട്ട് എനിക്കറിയാം. പക്ഷേ അതിനകത്തുള്ള പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ, സോറിയാസിൻ്റെ ആ ഒരു രോഗത്തിൻ്റെ ഒരു സ്വഭാവം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സോറിയാസ് ആയുർവേദ രീതി പറഞ്ഞു കഴിഞ്ഞാൽ അത് രക്തത്തെയും അതുപോലെ തന്നെ നാഡീഞരമ്പുകളെയും ബാധിക്കുന്ന ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ളൊരു രോഗമാണ്.
അപ്പോൾ ആയുർവേദ രീതിയിൽ എന്ന് പറഞ്ഞാൽ ശോധനം ശമനം ഇങ്ങനെ രണ്ട് തരത്തിലാണ് ചികിത്സ പോകുന്നത്. അപ്പം ശരിയായ ഒരു ശോധനയിലൂടെ നമ്മുടെ ഈ ഡീപ്പ് റൂട്ടഡായിട്ട് കിടക്കുന്ന ഈ വിഷാംശത്തെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ദോഷങ്ങളെ സഞ്ചരിച്ചെടുക്കുന്ന ദോഷങ്ങളെ നമുക്ക് പുറത്ത് കളയാൻ കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആ ബാഹ്യ ആഭ്യന്തര ശുദ്ധി നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ ആ ശുദ്ധി വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള മരുന്നുകൾക്ക് ശരീരത്തിന് അബ്സോർബ് ചെയ്യാനും ശരീരം പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വളരെ നല്ല രീതിയിൽ ബാഹ്യാഭ്യന്തര ശുദ്ധി നടത്തി നമ്മളൊരു രോഗിയെ ഈ സോറിയാസിസ് ചികിത്സയ്ക്ക് വിധേയമാക്കിയാൽ ആ രോഗി നല്ല രീതിയിൽ മരുന്ന് കഴിക്കുകയും പിന്നീട് ജീവിതശൈലി തന്നെ നമ്മൾ ഡോക്ടർ പറയുന്നത് പോലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ജീവിതശൈലി സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സോറിയാസിസ് ഏതാണ്ട് ഒരു 60-70% കേസുകളിൽ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും. തീർച്ചയായിട്ടും. ഈ സ്ത്രീകളുടെ സോറിയാസിസ് അല്ലെങ്കിൽ പുരുഷന്മാരുടെ സോറിയാസിസ് അങ്ങനെ അത്തരം ഒരു വകഭേദമുണ്ടോ? അല്ലെങ്കിൽ പുരുഷന്മാരുടെ സോറിയാസിസ് നമുക്ക് ചികിത്സിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ടുണ്ടോ? അതൊരു ശരിയായൊരു കാര്യമാണ്. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് പുരുഷന്മാരുടെ സോറിയാസിസ് തന്നെയാണ്. കാരണം പുരുഷന്മാരുടെ ശീലങ്ങൾ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ശീലങ്ങളെക്കാൾ കുറച്ചുകൂടി മോശമായ ശീലങ്ങളാണല്ലോ. പിന്നെ തെറ്റുകളും അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് എന്താ പറയുക നിഷേധമായിട്ടുള്ള സ്വഭാവ രീതികളായാലും നിഷേധമായിട്ടുള്ള പ്രവൃത്തികളായാലും ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ പുരുഷന്മാരാണ് കൂടുതലും ചെയ്യുക. 2 മദ്യം പുകവലി അതുപോലെ മറ്റ് ലഹരി വസ്തുക്കൾ ഇതിൻ്റെ ഉപയോഗം. 2 ആഹാരത്തിനകത്ത് തന്നെ അമിതമായിട്ടുള്ള ഭക്ഷണ രീതികളും അതുപോലെ തെറ്റായ ഭക്ഷണ രീതികൾ. ഇപ്പം മാംസത്തോടായാലും മറ്റ് എരിവും പുളിയുള്ള ആഹാരത്തോടായാലും കൂടുതലും താല്പര്യം കാണിക്കുന്നത് പൊതുവേ പുരുഷന്മാരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രോഗത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എപ്പോഴും സ്ത്രീകളെക്കാളും വളരെ കൂടുതലായിരിക്കും പുരുഷന്മാരിൽ. തീർച്ചയായിട്ടും. ഈ സോറിയാസിസ് ഉള്ള ആൾക്കാർ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലുണ്ട്, പലതരത്തിലുള്ള സിസ്റ്റം മെഡിസിൻ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വർജിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഭക്ഷണത്തിലായിരുന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പുകവലി അല്ലെങ്കിൽ മദ്യപാനം ഇതൊക്കെ ഉപേക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ വർജിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു മാംസാഹാരം അങ്ങനെ പല കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആയുർവേദ വിധി പ്രകാരം എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്, എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് അവർക്ക് വേണ്ടത്? ഒരു സാത്വികമായ ജീവിതം നയിക്കണം എന്നുള്ളതായിരിക്കും നമ്മൾ ആദ്യമേ അവരോട് പറയുക. അപ്പോൾ സാത്വിക ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരത്തിൽ തന്നെ നമ്മളൊരു വെജിറ്റേറിയൻ സ്വഭാവത്തിലുള്ള ആഹാരത്തിലേക്ക് പോവുക. 2 എന്തിനും ഏതിനും പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. നമ്മൾ പലരെയും കാണാറുണ്ട്, അവർ ദേഷ്യ സ്വഭാവക്കാരായിരിക്കും. അതുപോലെ ആർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്വഭാവം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം മറ്റുള്ളവരുടെ ഒരു മാനസികമായ ശാപം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫോഴ്സ് നമുക്ക് എപ്പോഴും കിട്ടും. അപ്പോൾ ഇത്തരം ശാപങ്ങൾ പാവങ്ങൾ അല്ലെങ്കിൽ ദാനധർമ്മങ്ങളിൽ വിമുഖത കാണിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ എന്താ പറയുക പ്രാർത്ഥനകളിൽ വിമുഖത കാണിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു പോസിറ്റീവ് എനർജി ഡെവലപ്പ് ചെയ്യുന്നത് സൽപ്രവൃത്തികളിൽ കൂടിയും നല്ല ഭക്ഷണത്തിൽ കൂടിയും നല്ല ജീവിതശൈലിയിൽ കൂടിയും അതുപോലെ പ്രാർത്ഥനകളിൽ കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമുക്ക് സ്വായത്തം പ്രപഞ്ചത്തിൻ്റെ ഒരു എനർജി നമ്മൾ സ്വാംശീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു ശരിയായ ഒരു ആരോഗ്യം നമുക്ക് നിലനിർത്താൻ കഴിയൂ. അപ്പോൾ ഈ ത്വക്ക് രോഗങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള നമുക്ക് എപ്പോഴും ശാപമായിട്ട് വന്നു വീഴുന്ന ഇത്തരം സമൂഹത്തിൽ എപ്പോഴും ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ സമൂഹം എപ്പോഴും നമ്മൾ തെറ്റായിട്ട് കാണുന്ന ഒരു രോഗമാണിത്. ഒരു കുഷ്ഠം പോലുള്ള രോഗം, ആയുർവേദത്തിൽ ഇതിനെ കുഷ്ഠത്തിലാണ് പെടുത്തുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കുഷ്ഠം പോലുള്ള രോഗം ബാധിച്ചു എന്ന് കഴിഞ്ഞാൽ ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ പേഷ്യൻറ്റിനോട് അടുക്കാനോ സഹകരിക്കാനോ പോലും ആൾക്കാർക്ക് എപ്പോഴും ഒരു വിമുഖത കാണും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നും നമ്മുടെ നല്ല സത്പ്രവൃത്തികളിലൂടെയും നമ്മുടെ ശരിയായ ആചാരങ്ങളിൽ കൂടെയും നമ്മൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവ് എനർജി ഈ രോഗത്തെ ഹീൽ ചെയ്യിക്കാനും ഇതിൽ നിന്നും നമ്മളെ അകറ്റി നിർത്താനും. ഭക്ഷണ രീതിയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ സോറിയാസിസ് ഉള്ള ആൾക്കാർ മാംസാഹാരം കഴിക്കാമോ, മത്സ്യം കഴിക്കാമോ, അതുപോലെ തന്നെ ഭൂമിക്കടിയിലുള്ള ആഹാരങ്ങൾ കഴിക്കാമോ, അങ്ങനെ അല്ലെങ്കിൽ പച്ചക്കറികൾ കഴിക്കാമോ? ഇപ്പോൾ പലതരത്തിലുള്ള ആഹാരം ചില പ്രത്യേക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് സോറിയാസിസ് കൂടുതലായിട്ട് കാണുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മാംസാഹാരം കഴിച്ചു കഴിഞ്ഞാൽ സോറിയാസിസ് കൂടുന്നതായിട്ട് കംപ്ലയിൻറ്റ് പറയുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? ഇതിൽ ഡോക്ടർമാരുടെ ഇടയിൽ തന്നെ ഇതിനകത്ത് 2 അഭിപ്രായം. ഇപ്പോൾ ആധുനിക ഡോക്ടർമാർ പൊതുവേ പഥ്യങ്ങൾ പറയാറില്ല. സ്വാഭാവികമായിട്ടും സ്റ്റീറോയിഡ്സും അതുപോലെ ആൻറ്റി ഹിസ്റ്റമിൻസും അങ്ങനെയുള്ള ഇമ്മ്യൂണിറ്റിയെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള മരുന്നുകളും കൊടുക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ ആയാലും മറ്റേ ഏത് തരത്തിലുള്ള ഇതിലുള്ള ടോക്സിറ്റി പുറത്തേക്ക് വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ രോഗത്തിന് ബുദ്ധിമുട്ട് വരുന്നില്ല. പക്ഷേ ആയുർവേദത്തിൽ നമ്മളിത് ശോധന ചികിത്സ കൊണ്ട് ഇത് ശമിപ്പിക്കുക അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ രോഗത്തിൻ്റെ ഒരു സൗഖ്യം കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ വളരെ നിർബന്ധമായിട്ടുള്ള ഇത് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ പ്രധാനം എന്ന് പറയുന്നത് ഒന്ന് വെജിറ്റബിൾ ഭക്ഷണങ്ങൾ, അതിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ കുറച്ച് ഒഴിവാക്കുന്നതിനാണ് നല്ലത്. പക്ഷേ നമുക്കല്ലാതുള്ള കായ്കനികൾ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാ കായ്കനികളും നമുക്ക് പ്രത്യേകിച്ച് കയ്പുള്ള പാവയ്ക്ക, പടവലങ്ങ, കോവയ്ക്ക ഇങ്ങനെയുള്ള പ്രതിരോധ ശക്തി കൂടുതലുള്ള ആഹാര ഈ കായ്കനികൾ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മറ്റ് ധാന്യങ്ങളിലാണെങ്കിൽ ഉഴുന്ന്, എള്ള് ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് വിദാഹിത്വത്തെ ഉണ്ടാക്കുമെന്ന് പറയും. അതായത് നമ്മുടെ ദോഷങ്ങളെ കോപിപ്പിക്കുന്ന സാധനമാണ്. അതുപോലെ നമുക്ക് അസിഡിറ്റി അതുപോലെ അമ്ലത്വം കീപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ അമ്ലത്വം കൂടുതൽ നമുക്ക് ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ദോഷങ്ങളെ കോപിപ്പിച്ചിട്ട് അത് വീണ്ടും രോഗത്തിന് ടോക്സിക് ആയിട്ട് മാറും.
മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് വിധായിത്വമുള്ള അത്തരം ആഹാര സാധനങ്ങൾ ഒഴിവാക്കണം. അപ്പോൾ ഉഴുന്ന്, പരിപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. പിന്നെ ഞണ്ട്, കൊഞ്ച്, പിന്നെ സീ ഫുഡ്സ് പൊതുവേ തന്നെ ഇത്തരം ഈ രോഗത്തെ കൂട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് അതും നമ്മൾ ഒഴിവാക്കാൻ പറയും. അപ്പോൾ മത്സ്യവും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം, അതായത് ചെറിയ മത്സ്യങ്ങൾ കഴിക്കാമോ? അല്ല, എപ്പോഴും പ്യുവർ വെജിറ്റേറിയൻ, നമ്മൾ ഈ രോഗത്തിൽ നിന്ന് എങ്ങനെ ഒരാളെ സംരക്ഷിക്കാമെന്നുള്ളതാണ് നമ്മുടെ ചിന്ത പോകുന്നത്. അപ്പോൾ എത്ര പ്യുവർ വെജിറ്റേറിയൻ ആവുന്നു അത്രത്തോളം നമുക്ക് ഈ രോഗത്തിൽ നിന്ന് മോചനം കിട്ടും. ശോധന, നമ്മുടെ ശരീരത്തിൻ്റെ രക്തശുദ്ധീകരണം, പിന്നെ അതുപോലെ ആമാശയത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ശുദ്ധി, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണത്തിനകത്ത് എപ്പോഴും ഈ ആഹാരം 2 നേരം കഴിക്കുമ്പോൾ ഒരു നേരം പ്യുവർലി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലേക്ക് പോകണമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു 12 മണിക്കൂർ ഈ ഫ്രൂട്ട്സിൻ്റെ മറ്റേതിൻ്റെ ആക്ഷൻ കൊണ്ട് നമ്മുടെ ആമാശയത്തിനും മറ്റ് കുടൽ ഇതിനും അതുപോലെ തന്നെ ആഗിരണശേഷി വർദ്ധിപ്പിക്കാനും ശുദ്ധീകരണം നല്ല രീതിയിൽ നടക്കാനും പോകും. രാവിലെ നല്ല ശോധന കിട്ടും. പൊതുവേ ഈ സോറിയാസിസ് അതുപോലെ ത്വക്ക് രോഗങ്ങൾ വരുന്ന പേഷ്യൻസിന് ശോധന പൊതുവെ കുറവായിരിക്കും. അപ്പം തീർച്ചയായിട്ടും വീണ്ടും ഈ റീഅബ്സോർഷനിൽ കൂടി ഈ വിഷാംശം അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് തന്നെയാണ് ശരീരം വലിച്ചെടുക്കുക. പിന്നെ കൂടുതലായിട്ട് രാത്രി ചിക്കൻ അതുപോലുള്ള അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ചിക്കൻ, പൊറോട്ട ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുന്ന വ്യക്തികൾക്കും കൂടുതലും ഈ രാത്രി വേസ്റ്റ് അടിഞ്ഞു കൂടിയിട്ട് ഈ കാലക്രമേണ ഇത്തരം ത്വക്ക് രോഗങ്ങൾക്ക് സാധ്യത കൂടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ മരുന്നുകളിലേക്ക് ചെന്നെത്തിക്കപ്പെട്ടത് കഴിഞ്ഞാൽ ആയുർവേദത്തിൽ എത്രത്തോളം മരുന്നുകൾ ഫലപ്രദമാണ് സോറിയാസിസിനകത്ത്, അതുപോലെ തന്നെ ഒരു പഴക്കം എന്നുള്ള നിലയിൽ തന്നെ അല്ലെങ്കിൽ വളരെ പഴക്കമുള്ള രോഗം എന്നുള്ള നിലയിൽ തന്നെ ലോങ് ടൈം ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണോ? ചില ആൾക്കാരെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട് ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് സോറിയാസിന് ചികിത്സ തേടുന്നത്. അപ്പോൾ ഇത് വളരെ സയൻറ്റിഫിക്കായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നതിൽ ഏതെങ്കിലും ഉപയോഗമുണ്ടോ? ആയുർവേദത്തിൽ ഈ സോറിയാസിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ വളരെ സയൻറ്റിഫിക്കായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. കാരണം 2 ഘട്ടമുണ്ട്. ഒന്ന് ഔഷധ സേവ, പിന്നെ പുറമേയുള്ള ആപ്ലിക്കേഷൻ, ലോക്കൽ ആപ്ലിക്കേഷൻ ഓയിൻമെൻറ്റ്. 2 പറയുന്നത് ഇൻറ്റേർണലായിട്ട് നമ്മൾ പിന്നെ ശോധന ചെയ്യുക എന്നുള്ളത്, ശരീരത്തെ മൊത്തത്തിൽ ശുദ്ധീകരിക്കുക എന്നുള്ളത്. ഈ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിനകത്ത് വളരെ ഗൗരവതരമായൊരു കാര്യമുണ്ട്. കാരണം ഇത് ഡീപ്പ് റൂട്ടഡ് ആണ് ഇതിൻ്റെ ദോഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ത്രിദോഷങ്ങൾ കോപിച്ചിട്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത്. അത് നമ്മുടെ രക്തത്തെയും അതുപോലെ തന്നെ ലിംഫാറ്റിക് സിസ്റ്റത്തെയും നെർവ് സിസ്റ്റത്തെയും നശിപ്പിച്ചിട്ടാണ് പിന്നെ ഇത് പുറത്തേക്ക് ചാടുന്നത്, അല്ലെങ്കിൽ നശിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടാണ് ഇത് പുറത്തേക്ക് ചാടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ നമ്മൾ പുഷ്ടിപ്പെടുത്തുക എന്ന് പറയുന്നൊരു ഇതുണ്ട്. അപ്പം ഈ നാഡീഞരമ്പുകളെയൊക്കെ ശുഷ്കിപ്പിച്ച് കളയുക എന്നാണ് പറയുന്നത് കുഷ്ഠത്തിനകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ശുഷ്കിപ്പിച്ച് കളയുക എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ വീണ്ടും റീവൈറ്റലൈസ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്നേഹനം അല്ലെങ്കിൽ ഓയിലേഷൻ അല്ലെങ്കിൽ ഈ നെയ്യുടെയും എണ്ണയുടെയും ഒരു പ്രയോഗമുണ്ട്. അതിനെ നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത് സ്നേഹപാനം എന്നാണ്. അതായത് നെയ്യ് സേവിപ്പിക്കുക. അപ്പോൾ ഈ ഒരാഴ്ചയോ അല്ലെങ്കിൽ പിന്നെ 4, 5, 6 ദിവസം, അതായത് രോഗിക്ക് നെയ്യ് ശരീരത്തിൽ സാത്മ്യമായി എന്ന് ഡോക്ടർക്കറിയാം. ആ ഡോക്ടർക്ക് അതിനുള്ള ചില ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ ആ സാത്മ്യമായി എന്ന് തോന്നുന്ന അവസ്ഥ വരെ നെയ്യ് സേവിപ്പിക്കുകയും അതിനെ പിന്നീട് നമ്മൾ കുടലിലേക്ക് കൊണ്ടുവന്ന് അതിനെ നമ്മൾ ഛർദ്ദിപ്പിച്ചും പിന്നെ അതുപോലെ തന്നെ വയറിളക്കുകയും ശോധന ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഒരാഴ്ച അല്ലെ 7-8 ദിവസം വരുന്ന ഒരു ഘട്ടമാണ്. ഇത് നമുക്ക് ഒരിക്കലും പിന്നെ വീടുകളിലോ അല്ലെങ്കിൽ സ്വയമോ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യാറുണ്ട്. 2 ഞാൻ പറഞ്ഞു, നെർവ് സിസ്റ്റത്തിന് ഉണ്ടാകുന്ന ഇൻവോൾവ്മെൻറ്റ്, നാഡീഞരമ്പുകൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ, അതിന് തക്രധാര അല്ലെങ്കിൽ സർവാംഗധാര എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ലേപനങ്ങൾ, ഇതൊക്കെ ആയുർവേദത്തിൽ വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സ്, സോറിയാസിസിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്, മാനസിക സമ്മർദ്ദം ഒരു കാരണമാണ്. അപ്പോൾ ഈ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഉറക്കക്കുറവ് അത് മാറ്റാനും നെർവ് സിസ്റ്റത്തിൻ്റെ മുഴുവൻ ഉള്ള ഒരു തണുപ്പിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ ആ ബലം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ തക്രധാര എന്ന് പറഞ്ഞൊരു, തക്രം എന്ന് പറയുമ്പം മോരാണ്. അപ്പോൾ നമ്മൾ ഔഷധങ്ങൾ കൊണ്ട് തലേന്ന് രാത്രി പിന്നെ പാല് ഉറയൊഴിച്ച് ഔഷധങ്ങളിട്ട് ഉറയൊഴിച്ച് അത് പിറ്റേ ദിവസം കടഞ്ഞ് അത് മോരാക്കി എടുത്തിട്ട് അതിൽ വീണ്ടും പിന്നെ ഔഷധം ചേർന്ന കഷായങ്ങൾ ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ ശിരസിൽ ധാര ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതൊരു 7 ദിവസം ചെയ്ത് നമ്മളത് സാധാരണ അത് ചെയ്യുമ്പോൾ തോണി കിടന്ന് ഉറങ്ങിപ്പോകും പേഷ്യൻ്റ്. ഭയങ്കര സ്ട്രെസ്സുള്ള ദേഷ്യം വിടുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിലും 2 ദിവസം കഴിയുമ്പോൾ പറയും സാറേ ഇത് 2 ആഴ്ച ചെയ്താൽ കൊള്ളാന്ന് പറയും. കാരണം എൻ്റെ അത്രയ്ക്ക് റിലാക്സിങ് ആണത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരാഴ്ച ഈ പിന്നെ അത് ചെയ്യും. പിന്നെ ബോഡി മുഴുവൻ നമ്മൾ ചെയ്യുന്ന സർവാംഗധാരയുണ്ട്. ഇതിൻ്റെ തന്നെ ഒരു രീതിയിൽ തയ്യാറാക്കി സർവാംഗധാരയും. പിന്നെ ഞങ്ങൾക്കൊക്കെ ചില സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ലേപനങ്ങളുണ്ട്, പച്ചമരുന്നുകളുണ്ട് അതിൻ്റെ പുറമെ പറ്റും. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മൾ ഈ സ്കെയിലിംഗ്, സോറിയാസിൻ്റെ ഇതെന്ന് പറയുന്നത് സ്കെയിലിംഗ് ആണ്. സ്കിൻ സ്കെയിൽ ചെയ്ത് പോവുകയാണെന്നുള്ളത്, സ്കിൻ ഇളകി പോകുന്നത്. അപ്പം ഡംപ് ചെയ്ത് സ്കിൻ ഉണ്ടാവുക, നശിച്ച സ്കിന്നുകളെല്ലാം ഇങ്ങനെ ദിവസം ഇളകി പോവുകയാണ്. അപ്പോൾ ഈ സ്കെയിലിംഗ് നമുക്ക് ഒരു 90% അങ്ങ് നിൽക്കും. പ്രത്യേകിച്ച് ആദ്യം നമ്മളിത് കാണുന്ന തലയിലാണ്. സോറിയാസിസ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ താരനാന്ന് വിചാരിക്കും. കുറേ ദിവസം താരനാണെന്ന് പറഞ്ഞ് ഷാമ്പു ഉപയോഗിച്ചും മരുന്ന് ഉപയോഗിച്ചൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കും, എണ്ണ തേക്കും. കുറേ ദിവസം കഴിയുമ്പോഴേക്കും ഒരു നല്ലൊരു ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ആയിരിക്കും പറഞ്ഞത് സോറിയാസിൻ്റെ സ്റ്റാർട്ടിംഗ് ആണെന്ന് പറയുന്നത്.
അവിടെ തൊട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, അതായത് പിന്നെ സ്കിന്നിന്, നമ്മുടെ ബോഡി സ്കിന്നിലുണ്ടാകുന്ന ഈ സ്കെയിലിങ്ങും തലയിൽ നമ്മൾ താരൻ പോലെ നമ്മൾ ഈ പൊടി പറക്കുന്ന ആ രീതിയിലുണ്ടാകുന്ന ആ വിഷയവും ഈ ധാരകൾ കഴിയുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും മാറും. പിന്നെയാണ് ഈ പേഷ്യൻറ്റിനെ നമ്മൾ മെഡിസിൻ കൊടുത്തിട്ട് അപ്പോൾ കുറേ ദോഷങ്ങൾ കളഞ്ഞു. പുറമേ നമ്മൾ സ്വേദിപ്പിച്ച് കളഞ്ഞു, ഉള്ളിൽ നിന്ന് നമ്മൾ ശോധിപ്പിച്ച് കളഞ്ഞു. പിന്നെ ഈ പേഷ്യൻറ്റിനെ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് അവർക്ക് ഔഷധ സേവയാണ്. അതുപോലെ തന്നെ എത്ര പഴക്കം ചെന്ന സോറിയാസിസും നമുക്ക് ഫലപ്രദമായിട്ട് തന്നെ ചികിത്സിക്കാൻ സാധിക്കും? പഴക്കം ചെയ്യുന്നതിന് രണ്ടാമതൊരു പ്രശ്നം വരുന്നുണ്ട്. സോറിയാസിസ് പഴകുമ്പം സോറിയാറ്റിക് ആർത്തറൈറ്റിസ് എന്ന് പറഞ്ഞൊരു സെക്കൻഡറി സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ജോയിൻസിനെല്ലാം ഡാമേജ്, ഞാൻ പറഞ്ഞ ഡീപ്പ് റൂട്ടഡാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ജോയിൻസിന് ഡാമേജ് വരുന്നു, നെയിലുകളെല്ലാം പിന്നെ ഡാമേജ് വരുന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ജോയിൻസ് തന്നെ ഡാമേജ് വന്നിട്ട് ജോയിൻസ് ഒരു വൈകല്യത്തിലേക്ക് പോകും. അങ്ങനെ രോഗി വളരെ പിന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പെയിൻ അനുഭവിക്കുകയും മാനസിക സമ്മർദ്ദത്തിനും അടിയപ്പെടുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഇത്തരം രോഗികളെ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ തിരിച്ച് ചികിത്സയിലൂടെ കൊണ്ടുപോകുന്നു. അപ്പോൾ ക്രോണിക് ആവും തോറും ചികിത്സ ലോങ് ടൈമായിട്ട് മാറും. റിപ്പീറ്റ് ചെയ്ത് ചികിത്സ ചെയ്യേണ്ടി വരും. പിന്നെ ആഹാരങ്ങളിലുള്ള നിയന്ത്രണങ്ങളൊക്കെ അതുപോലെ കൊണ്ടുകൊണ്ടുവരും. നല്ല ധ്യാനവും അതുപോലെ തന്നെ പ്രാർത്ഥനകളൊക്കെ ആയിട്ട് മനസ്സിനൊക്കെ ശുദ്ധീകരിക്കും. തീർച്ചയായിട്ടും നല്ലൊരു സോറിയാസിസ് ചികിത്സ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് തന്നെ ചികിത്സിക്കേണ്ടത് ആവശ്യമുണ്ടോ, അതോ നമുക്ക് മരുന്ന് ചികിത്സ കൊണ്ട് തന്നെ ഭൂരിഭാഗം സോറിയാസിസ് നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും? അല്ല, അത് പിന്നെ സ്റ്റാർട്ടിങ്ങിലൊക്കെയാണെങ്കിൽ നമുക്ക് ശമന ഔഷധങ്ങൾ കൊണ്ട് തന്നെ പറ്റും. പക്ഷേ എപ്പോഴും സോറിയാസിസ് പോലുള്ള സ്കിൻ ഡിസീസുകളെ ശോധന ചെയ്തതിന് ശേഷം തന്നെ ചികിത്സിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എപ്പോഴും ഇത് ഉള്ളിൽ കിടക്കും, അതിൻ്റെ ദോഷങ്ങൾ നമ്മൾ കാലക്രമേണ നമ്മൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഒരിക്കൽ സോറിയാസിസ് ചികിത്സിച്ച് ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറെക്കുറെ പൂർണ്ണമായിട്ട് മാറിയതുപോലെയാണ്, എനിക്ക് വേറെ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല, തലയിൽ പോലും ചെറിയ രീതിയിലുള്ള സോറിയാസിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്തരംകാരെ നമുക്ക് മരുന്ന് നിർത്താൻ സാധിക്കുമോ? അല്ല, മെഡിസിൻ നമ്മളൊരു 5-6 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലക്ഷണങ്ങളും മറ്റ് സിംറ്റംസും എല്ലാം സബ്സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ നിർത്താൻ പറ്റും. പക്ഷേ ഇവരുടെ പഥ്യങ്ങൾ, ഇവർ ആചരിക്കേണ്ട ആ ജീവിതശൈലി തീർച്ചയായിട്ടും തുടർന്നേ പറ്റൂ. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ഋതുക്കൾ മാറുന്നതനുസരിച്ച് സോറിയാസിന് ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പ്ലാന്റാർ സോറിയാസ്, കാലിൽ നമ്മൾ ഉപ്പൂറ്റിക്ക് വരുന്ന വെടിച്ചു തീർന്ന സംഭവം കണ്ടിട്ടില്ലേ? പലരും മഞ്ഞുകാലം ആകുമ്പോഴത്തേക്ക് കൈയെല്ലാം വെടിച്ച് കീറി തൊലിയൊക്കെ വിണ്ട് കീറിയിട്ട് രക്തം വരുന്നൊരു രീതിയുണ്ട്. അപ്പോൾ അത് സോറിയാസിൻ്റെ വേറൊരു ലക്ഷണമാണ്. അപ്പം പിന്നെ മഞ്ഞുകാലം ഇപ്പോൾ ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് സോറിയാസ് അഗ്രവേറ്റ് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ടൈമിൽ സാധാരണ അവർക്ക് അതിൻ്റെ ഒരു ചെറിയ സിംറ്റംസ് കണ്ടു തുടങ്ങും. അപ്പോഴും നേരെ ഡോക്ടറെ കാണുകയും അടിയന്തരമായിട്ട് ചെറിയൊരു സ്നിഗ്ധത കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഉള്ളിൽ മരുന്ന് കഴിച്ചാൽ പോലും അവർക്കത് റിക്കവർ ചെയ്യാൻ പറ്റും. പക്ഷേ സാധാരണ ഈ പേഷ്യൻ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ വീണ്ടും ഇത് വന്നിട്ട് ഇത് പിന്നെ ഭയങ്കരമായിട്ട് വഷളായി നാശമായി കഴിയുമ്പോൾ വരത്തുള്ളൂ. തുടക്കത്തെ ഡോക്ടറെ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം. സോറിയാസിസിൻ്റെ ഭക്ഷണ രീതിയെക്കുറിച്ച് പറഞ്ഞു, ഇതിൻ്റെ ചികിത്സയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഈ സോറിയാസിസ്, ചെറിയ രീതിയിലൊക്കെ സോറിയാസിസ് ഉണ്ട്, ചിലപ്പോൾ ഒരു ഡോക്ടറെ പോയി കാണാനായിട്ട് സൗകര്യമില്ലാത്ത ആൾക്കാരുണ്ട്, ചിലപ്പം കേരളത്തിലൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ചെറിയൊരു ശമനത്തിനെങ്കിലും സഹായിക്കത്തക്ക രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഔഷധങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ ഉണ്ടോ? സാധാരണ ഈ നെയ്യ് നമ്മൾ ചെറിയ തോതിൽ നമുക്ക് നെയ്യ് കഴിക്കാം. പശുവിൻ നെയ്യ്, പശുവിൻ നെയ്യ് പിന്നെ കൊളസ്ട്രോൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ട്രീറ്റഡ് അല്ലാത്ത നെയ്യുകളെല്ലാം ഈ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കും. അപ്പോൾ ആയുർവേദത്തിൽ നെയ്യ് കഴിക്കുമ്പം എല്ലാവരും ഭയപ്പെടുന്നതെന്ന് വെച്ചാൽ നെയ്യ് കഴിച്ചാൽ സ്നേഹപാനം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഓരോ ദിവസവും 30 മില്ലി, 60 മില്ലി, 100 മില്ലി, 140 മില്ലി എന്ന് പറഞ്ഞത് ഓരോ ദിവസം വർദ്ധിപ്പിച്ചാൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു 7ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ 300-350 മില്ലി നെയ്യൊക്കെ കൊടുക്കും സ്നേഹപാനത്തിൽ. ഈ 350 മില്ലി നെയ്യ് കൊടുക്കുന്നുള്ളത് ഏതെങ്കിലും മറ്റ് വിഭാഗത്തിലുള്ള ഡോക്ടർ പറഞ്ഞാൽ പറയും ഉറപ്പാണ് കൊളസ്ട്രോൾ വരുന്നത്. പക്ഷേ ഒരു തരത്തിലും കൊളസ്ട്രോൾ ഇൻക്രീസ് ചെയ്യാറില്ല. കാരണം എന്ന് പറയുമ്പം ഈ നെയ്യ് നമ്മൾ ആയുർവേദ മെഡിസിനുമായിട്ട് ചേർത്ത് കാച്ചിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ നെയ്യുടെ സ്വഭാവം മാറിയിട്ട് അത് മെഡിസിനായിട്ട് മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മെർക്കുറി തന്നെ നമ്മൾ സ്ഫുടം ചെയ്ത് കഴിഞ്ഞാൽ അത് ഔഷധമാണ് എന്ന് പറയുന്നല്ലോ ഓരോ ഔഷധങ്ങൾ. അപ്പം പിന്നെ വീട്ടിൽ ചെയ്യാന്ന് പറയുമ്പോൾ ഈ സോറിയാസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും പറഞ്ഞാൽ ഈ സ്നിഗ്ധത വരുത്തുക. അപ്പം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഈ ചുട്ടെടുക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണ, ഇതുപോലെ എന്തെങ്കിലും വെളിച്ചെണ്ണയോ മറ്റോ കിട്ടുവാണെങ്കിൽ അത് ലേപനം ചെയ്യാവുന്നതാണ്. പിന്നെ 40 മരാതിയോ അല്ല അതുപോലുള്ള പിന്നെ അത്യാവശ്യം കേരങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടും, അത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ സോറിയാസിൻ്റെ ട്രീറ്റ്മെൻറ്റിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ ആഭ്യന്തര ശുദ്ധി വരുത്തിയതിന് ശേഷം ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഗൃഹചികിത്സ കുറച്ച് അപ്രാപ്യമാണ്. കാരണം ചെറുതെന്തെങ്കിലും ചെയ്താലൊന്നും ഇത് മാറില്ല. തീർച്ചയായിട്ടും. കാരണം ഡീപ്പ് റൂട്ടഡ് ആയതുകൊണ്ട് തന്നെ ചെറുതെന്ന്. പിന്നെ ഗൃഹത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമുണ്ട്, പഥ്യം നോക്കുക. അതെ, ആഹാരത്തിനകത്ത് നല്ല രീതിയിൽ നിയന്ത്രിക്കുക. ഈ പറഞ്ഞ പോലെ എരിവും പുളിയും കുറച്ചുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക. മത്സ്യമാംസാദികൾ പൂർണ്ണമായിട്ടും വർജിക്കുക. കൊഞ്ച്, ഞണ്ട്, കക്കയിറച്ചി അതുപോലുള്ള സാധനങ്ങൾ, പിന്നെ മസാല വർഗ്ഗങ്ങൾ, ബേക്കറി സാധനങ്ങൾ,
പിന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ബേക്കറി സാധനങ്ങൾ, ഉഴുന്നുവട, പരിപ്പുവട, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഇതൊക്കെ പൂർണ്ണമായിട്ടും വർജിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ചൊറിച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് കുറഞ്ഞു വരുന്നതായിട്ട് അനുഭവപ്പെടും. തീർച്ചയായിട്ടും ചിലർക്ക് അറിയാം ഫാമിലി ഹിസ്റ്ററി, സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ അച്ഛനുണ്ട്, ഇപ്പം മൂത്ത മകനുണ്ട്. അപ്പോൾ അടുത്ത ആൾക്കും ഒരു പക്ഷേ സോറിയാസ് വരാൻ സാധ്യതയുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്തരം ആൾക്കാർ പ്രിവെൻറ്റീവായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് സോറിയാസിസ് വരാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ? സോറിയാസിസ് മാത്രമല്ല, ജീവിതശൈലി രോഗങ്ങൾ എല്ലാത്തിനെയും നമുക്ക് പൊതുവേ എടുക്കാം. സോറിയാസ് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് പോലെ തന്നെയാണ്. അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളുടെ ഒക്കെ പിറകിൽ എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതും ഇമ്മ്യൂണിറ്റി പ്രോബ്ലംസും തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധമുണ്ട്. അപ്പം ഒരു വീട്ടിൽ ഇപ്പോൾ ഒരു പ്രമേഹ രോഗിയുണ്ട്, അച്ഛനും അമ്മയും പ്രമേഹ രോഗിയാണ്, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കോ സോറിയാസ് ഉണ്ട്, അല്ലെങ്കിൽ എക്സീമ അതേപോലെ ഏതെങ്കിലും രോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ആർത്രൈറ്റിക് പേഷ്യൻ്റാണ്, ഇങ്ങനെ ഏത് കേസിലാണെങ്കിൽ പോലും തീർച്ചയായിട്ടും അതിനെ വർദ്ധിപ്പിക്കുന്ന, അല്ലെ അതിനെ പ്രൊവോക്ക് ചെയ്യുന്ന ആഹാരങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു നിൽക്കൽ തന്നെയാണ് അതിൽ നിന്നുള്ള, അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ പ്രിവെൻഷനിലേക്ക് പോവുക. തീർച്ചയായിട്ടും സാർ. അപ്പോൾ ഈ ഇടയ്ക്കെങ്കിലും പറയാം, ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലുള്ളൊരു സാഹചര്യമാണെന്ന് കേരളത്തിലുള്ളത്. അപ്പോൾ അത്തരത്തെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഇന്ന് കേരളത്തിൽ ചിലവാകുന്നുണ്ട്. അപ്പോൾ ഈ നോൺ വെജിറ്റേറിയനിൽ തന്നെ ഇപ്പോൾ കഴിക്കണമെന്ന് അതിയായിട്ട് ആഗ്രഹമുള്ളവർക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളായിരിക്കണം ചൂസ് ചെയ്യാനുള്ളത്? ഇപ്പം മത്സ്യമായിക്കോട്ടെ, മാംസമായിക്കോട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ ഈ പൊടിമീനുകളുണ്ടല്ലോ, നമ്മുടെ നെത്തോലി പോലത്തെ പൊടിമീൻ, കാരൽ, ഇതുപോലുള്ള പൊടിമീനുകൾ നമുക്ക് ഉപയോഗിക്കാം. റെഡ് മീറ്റ് പരമാവധി ഒഴിവാക്കുക. പിന്നെ ഉപ്പ് കൂടുതലുള്ള, അതായത് കടൽ മത്സ്യങ്ങൾ ഒഴിവാക്കിയിട്ട് കായൽ മീനുകൾ, ചെറിയ മീനുകൾ കൂടുതൽ ഉപയോഗിക്കാം. പിന്നെ മാംസത്തിനകത്താണെങ്കിൽ ബീഫും ചിക്കനും പാടെ ഒഴിവാക്കുന്ന തന്നെയാണ് നല്ലത്, ചൂടാണ്ട്. മട്ടൺ പിന്നെയും വല്ലപ്പോഴും അങ്ങനെ ഉപയോഗിക്കാം, രോഗികൾക്കല്ല. അല്ലാതെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പറഞ്ഞത് വല്ലപ്പോഴും നമുക്ക് മട്ടൺ ഉപയോഗിക്കാം. പിന്നെ എന്ത് കഴിക്കുകയാണെങ്കിലും മാംസാഹാരങ്ങൾ എപ്പോഴും ലഞ്ചിന് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, ഡിന്നറിലേക്ക് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെ ആയിരിക്കും നല്ലത്. തീർച്ചയായിട്ടും. ഈ സോറിയാസിസ് കൂടി വരേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ചില ആൾക്കാർ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു വലിയ സ്ട്രെസ്ഫുൾ കണ്ടീഷനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് സോറിയാസ് കൂടും. ചിലപ്പോൾ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ, ഇപ്പോൾ കേരളത്തിൽ വന്ന് ഭക്ഷണം മരുന്നൊക്കെ കുഴപ്പമില്ലാതെ പോകുന്ന സോറിയാസിസ് അപ്പോൾ ഒരു വിദേശ യാത്രയോ അല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് തിരുവനന്തപുരത്ത് തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കോ ഊട്ടിയിലേക്കൊരു യാത്ര പോയി കഴിഞ്ഞിട്ടായിരിക്കും ഈ സോറിയാസിസ് ഭയങ്കരമായിട്ട് അഗ്രിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ എന്താണ് നമ്മൾ ചെയ്യുക? അത് കാലാവസ്ഥാ ഭേദം ഒരു പ്രധാന വിഷയമാണ്. രണ്ട്, മാനസിക സമ്മർദ്ദം. ഇപ്പം നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ പലതും നമ്മൾ ആ ജോലി ഏൽപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ സ്ട്രെസ് നമ്മൾ ഏറ്റെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരു സോറിയാസിസ് പേഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള രോഗത്തിന് അടിമയായി കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിനെയും ശരീരത്തിനെയും എപ്പോഴും ഒരു ശാന്തമാക്കി എടുക്കാനൊരു ശീലം എടുക്കുക. പിന്നെ എപ്പോഴും നമ്മൾ എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകാനും നല്ല സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാനും, ഈ രോഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള ഇതിനെക്കുറിച്ചോ നമ്മൾ ബോധേടാവാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കാനും നമ്മൾ ശ്രമിക്കണം. അപ്പോൾ അതിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ രാവിലെ യോഗ അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങൾ, പ്രാർത്ഥനകൾ ഇതിലേക്ക് മുഴുകുക. രാവിലെ 1 മണിക്കൂറെങ്കിലും പ്രഭാതത്തിൽ ഒരു 5:30-6 മണി സമയത്ത് ആ നല്ല അന്തരീക്ഷം ഉണ്ടല്ലോ, നമ്മുടെ മഞ്ഞും കുളിരുമൊക്കെ ഉള്ള ആ രാവിലത്തെ ആ നല്ല ശുദ്ധവായുള്ള അന്തരീക്ഷത്തിൽ 1 മണിക്കൂർ നടക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും, അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നുള്ള നിലയിൽ തന്നെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സോറിയാസിസ് എന്നുള്ള അസുഖത്തെക്കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello doctor@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.